കുഞ്ഞിക്കുറുക്കനെയും കോഴികളെയും ചെങ്ങായിമാരാക്കുന്നത് പോലെയാണ് അമേരിക്കയും ഇസ്രയേലിനെയും ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ ചെങ്ങായിമാരാക്കിയാൽ അതിൻ്റെ വർഗ്ഗഗുണം ഏത് ഘട്ടത്തിലും അത് കാണിക്കും. അത് വളരുമ്പോൾ കുറുക്കൻ കുറുക്കൻ്റെ സ്വഭാവവും കോഴി കോഴിയുടെ സ്വഭാവവും കാണിക്കും. അത് കാണിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാനാവില്ല. ഞാനിത് പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, വെടിനിർത്തൽ കരാർ അതുപോലെ തന്നെ നിൽപ്പുണ്ട്. ലെബനനിലെ ആക്രമണം കൃത്യമായി അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് നെതന്യാഹു നിർത്തി എന്നൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ്. നെതന്യാഹു ഒരു ചോരക്കുതിയനാണ്. ഇപ്പോഴത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് വെറും വാചകവടിക്കാരനും യാതൊരു സത്യസന്ധതയുമില്ലാത്ത ഒരു കോമാളിയുമാണ്. അവരെന്തെല്ലാം സംഗതികൾ പറഞ്ഞാലും അത് രണ്ടുമേ അവർക്കാകാൻ പറ്റൂ. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം രാത്രി വെടിനിർത്തൽ നിലനിൽക്കെ ഹോർമുസിൽ ഒരു ഇറാനിയൻ കപ്പലിന് നേരെ ആക്രമണം നടത്തി അമേരിക്ക. ഇറാൻ ഒട്ടും മടിച്ചില്ല, അപ്പം തന്നെ തിരിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ യു എ ഇക്ക് ഇട്ടും കൊടുത്തു. യു എ ഇക്ക് ഇട്ട് കൊടുക്കുന്നത് അനീതിയാണ്, ഒരിക്കലും നീതിയല്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അവർ കരുതുന്നത് ഇറാൻ അനീതിയും ഇസ്രയേൽ നീതിയുമാണെന്നാണ്. അതുകൊണ്ടാണല്ലോ അവരുടെ കയ്യിൽ നിന്ന് ആയുധമെല്ലാം വാങ്ങിച്ച് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ കയറി എപ്പോൾ വേണമെങ്കിലും ഇറാനെ അങ്ങ് പക്രാണ്ടിക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അവിടെയും കൊടുത്തു. അടി കൊടുത്തു കഴിഞ്ഞ ഉടൻ തന്നെ ട്രംപ് പിന്നെ 2-3 ട്വീറ്റുകൾ നടത്തി ട്രൂത്ത് സോഷ്യലിലൂടെ. അതായത് അതൊരു സ്നേഹപരമായ ബലപ്രയോഗം മാത്രമായിരുന്നു, അതൊരു സമ്മർദ്ദം മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് കനക്കുമോ എന്നുള്ള ഭയം നന്നായിട്ടുണ്ട്. ഇറാൻ തിരിച്ച് ഏത് ലെവലിൽ അടിക്കും എന്ന പേടിയുണ്ട്. അതുകൊണ്ട് 3-4 പോസ്റ്റുകളിട്ട് അത് ചെറിയ ഒരു സംഗതി മാത്രമാണ്, അതൊരു റിട്ടാലിയേഷൻ പോലുള്ള ഒരു സ്വഭാവത്തിലുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ അവിടെ കൊണ്ട് ഇട്ടേക്കുന്നവൻ ചെയ്തതായിരിക്കും ഒരുപക്ഷെ. ഇതിനൊന്നും അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ അനുമതിയൊന്നും വാങ്ങിയിട്ടുണ്ടാവില്ല. അളിയനിത് ഡപ്പിക്കുണാസൊക്കെ ഇട്ട് ഇങ്ങനെ കറങ്ങി നടന്ന് വായിൽ വരുന്ന പോഴത്തരം പറഞ്ഞിങ്ങനെ നടക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇടപെട്ടു. കാരണം എന്താ, ഇപ്പോൾ ഇറാൻ്റെ അരാച്ചി ചർച്ചയെല്ലാം നടത്തുന്നത് ചൈനയെയും റഷ്യയെയും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അറിയാം. വെടിനിർത്തൽ എല്ലാവരും കേൾക്കെ പറഞ്ഞതാണ്. പക്ഷേ ഈ വെടി പറച്ചിൽ നിർത്താത്ത ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വെടിനിർത്തൽ ഒന്നും ഒരു വിഷയമേ അല്ല. ഏത് സമയത്തും വെടി പറയും, ഏത് സമയത്തും വെടിയും പൊട്ടിക്കും. അതാണ് ഈ ട്രംപ് എന്ന് പറയുന്ന വെടിയുടെ ഒരു ഗുണം. അപ്പോൾ ആ വെടിയുടെ ഗുണമാണ് കഴിഞ്ഞ ദിവസം കാണിച്ചത്. ഈ സംഗതിയെ ആക്രമിച്ചു. ഇറാനും അതിന് തയ്യാറായിരുന്നു. അവരും പറയാൻ തുടങ്ങി, ഞങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെ ഞങ്ങൾ ഓണാക്കിയിരുന്നു. ഈ എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെ ഇതിൻ്റെ ഇടയിൽ കൊറിയയിൽ നിന്നോ ചൈനയിൽ നിന്നോ ഒക്കെ വരുത്തിയ ലക്ഷണം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇറാൻ എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെ വളരെ വീക്കായിരുന്നു. ഇപ്പോൾ ഈ എയർ ഡിഫൻസ് സിസ്റ്റം ഞങ്ങൾ സ്വിച്ച് ഓൺ ചെയ്തു എന്നൊക്കെ ഇറാനും പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ രാത്രി കടന്നുപോയി. യവന്മാർ രണ്ടുപേരും ഈ ഭൂമിയിൽ ഈ കസേരകളിൽ ഇരിക്കുന്നിടത്തോളം കാലം ലോകത്തിന് സമാധാനം കിട്ടില്ല. അതൊരു ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റാണ്.